തെരഞ്ഞെടുപ്പ് അടുത്തു. എല്ലാവർക്കും മോഹങ്ങളങ്ങ് വാനോളാണ്. 20 മണ്ഡലങ്ങളും പിടിച്ചെടുത്ത് കേരളത്തെ ഇങ്ങനെ കൈകളിലാക്കി അമ്മാനമാടുന്നതും സ്വപ്നം കണ്ടിരിക്കുകയാണ് മുന്നണികൾ. ഇനി അങ്ങോട്ട് തെറിവിളിയില്ല, പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളില്ല, മറുകണ്ഠം ചാടിയവർക്ക് മുമ്പ് പറഞ്ഞതൊന്നും ഓർമ്മയും കാണില്ല. യെസ്, ഇലക്ഷൻ മോഡ് ഓൺ. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പലരും പലതിറക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരെയും മുട്ടുവിറപ്പിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്യണതാരാ? BJP അല്ലാണ്ടാര്? LDF UDF ഒക്കെ ഒന്ന് കരുതിയിരുന്നോട്ടാ. BJP ലയിച്ചത് ആരാണെന്ന് കണ്ടല്ലോ അല്ലേ? ജനപക്ഷമില്ല, BJP മാത്രം. ജനപക്ഷം നേരത്തെ തന്നെ ഡൽഹിയിൽ അവരുടെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം നടന്നു. ഇന്ന് ജനപക്ഷത്തിന്റെ സംസ്ഥാന ഭാരവാഹികളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും ഔപചാരികമായിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്ന ചടങ്ങ് ഈ പരിപാടിയോടനുബന്ധിച്ച് കരുത്തനായ PC ജോർജാണ് BJPക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മുന്നിൽ നിൽക്കുന്നത്. ഇതിൽ പരം വേറെ എന്ത് വേണം? അദ്ദേഹത്തിന്റെ വാക്കുകളുടെ മൂർച്ചയ്ക്ക് മുന്നിൽ എല്ലാരും പതറിപ്പോകുന്ന ഉറപ്പല്ലേ? തിരുവനന്തപുരം ഉൾപ്പെടെ ഞങ്ങൾ പിടിക്കും, BJP പിടിക്കും. അത് കഴിഞ്ഞ് പിന്നെ വല്ലപ്പോഴും വന്നാൽ ഒരു വിട്ടുവീഴ്ചയും. ഇത്രയ്ക്ക് കോൺഫിഡൻസിൽ പറയാൻ കാരണം എന്തിട്ടാ ജോർജേട്ടാ? അല്ല, പറഞ്ഞു പിടിച്ചിക്കാൻ ഇതുവരെ ഒരു അക്കൗണ്ടും തുറന്നിട്ടില്ലല്ലോ. ഞാൻ എത്ര കൊല്ലമായി പൊതുപ്രവർത്തനം തുടങ്ങിയിട്ട് എനിക്ക് നല്ല തന്നെയാണ്. ആ തന്നെയാണ് എന്നെ കൂട്ടി പറയിക്കുന്നത്. യാതൊരു സംശയം വേണ്ട. വലിയ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ ചെറിയ അക്കൗണ്ട് തുറക്കലല്ല, മിനിമം 5 കൂടുതൽ സീറ്റ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പിടിക്കും. ഓ അങ്ങനെ രാഷ്ട്രീയത്തിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ PC ജോർജ്. മൂപ്പര് പറയണത് എങ്ങനെ തെറ്റാനാ? PC ജോർജിനെ പോലെ ഒരു നേതാവ് പാർട്ടിയിൽ ചേർന്നത് BJPയുടെ ഭാഗ്യം തന്നെ. NDA യോഗത്തിലേക്ക് PC ജോർജ് പങ്കെടുക്കലിനി. അപ്പോ കേരളത്തിൽ 5-ലധികം സീറ്റ് BJPക്ക് ഉറപ്പാണെന്നാണ് നമ്മുടെ ജോർജേട്ടൻ താത്വിക അവലോകനം നടത്തി പറഞ്ഞേക്കണത്. ഇത്രയും കോൺഫിഡൻസോടെ ജോർജേട്ടൻ ഇങ്ങനെയൊക്കെ പറയാൻ എന്താ കാരണം? ഹൈ, മോദിജിയുടെ ഗ്യാരണ്ടി അല്ലാണ്ട് എന്നിട്ട് എനിക്കൊരു ദുഃഖം. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് കുറ്റബോധം വന്നു. ഒരു 2 കൊല്ലം മുമ്പ് ഈ നീക്കം നടത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ കേരളം ഇത്രമാത്രം പട്ടിണിയിലാകാതെ പ്രധാനമന്ത്രി സഹായത്തോടെ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. സത്യം പറയുക, ഇത് ഞാൻ BJP ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഒഴിവാക്ക് പറയുന്നത് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കും. ഞാൻ അങ്ങനെ കളവ് പറയുന്നതാണ്, നിങ്ങൾക്കറിയാം. വളരെ ശക്തിമത്തായി മുമ്പോട്ട് പോകും. കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാനുള്ള സംവിധാനം പ്രധാനമന്ത്രിയിൽ തന്നെ ഉണ്ടാവും. എത്രയോ മുമ്പേ ജോർജേട്ടൻ BJPയിൽ ചേരേണ്ടതായിരുന്നു. എന്നാ പിന്നെ അന്നേ കേരളം രക്ഷപ്പെട്ടേനെ. എന്തായാലും മോദിജിയുടെ ആ പ്രഭാവത്തിൽ ജോർജേട്ടൻ ഇപ്പോഴെങ്കിലും BJPയിലേക്ക് എത്തിയല്ലോ, സന്തോഷായി. മോദി ഒരു തികഞ്ഞ പരാജയമാണ് ഇന്ത്യയിൽ, ഒരു സംശയം വേണ്ട. ഇപ്പൊ ഇങ്ങനെയൊന്നല്ല. മോദിജിയെ കുറിച്ച് പറയുമ്പോ 100 നാവല്ലേ ഇപ്പോ. മോദിജിക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് MP ഇങ്ങനെ കൈപോക്കണത് സ്വപ്നം കണ്ടിരിക്കല്ലേ പാവം. മോഡിയെ ക്രിമിനൽ കേസിൽ പെടുത്തി ജയിലിൽ ഇറങ്ങുന്ന അഭിപ്രായക്കാരനായിരുന്നു. മോദിജി ക്രിമിനൽ ആണെന്നോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ജോർജേട്ടൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലെന്നേ. ഇതൊക്കെ തട്ടിപ്പാ. പിന്നെ മൂപ്പരെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. നിഷ്കളങ്കനായ ജോർജേട്ടൻ അതൊക്കെ വിശ്വസിച്ചു പോയി. അതാ പറ്റിയത്. ചുരുങ്ങിയത് 5-ൽ കൂടുതൽ MP ഈ കേരളത്തിൽ നിന്നും നരേന്ദ്രമോദിജിക്ക് കൈവെക്കാനുണ്ടാവും എന്നതിൽ എനിക്കൊരു സംശയവുമില്ല. പിന്നെ ജോർജേട്ടാ, വേദിയിൽ സുരേഷ് ഗോപിയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് പറയൂ. സുരേഷ് ഗോപി ഇച്ചിരി കറുത്തിട്ടുണ്ട്, ജോലി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാ. നല്ലോണം ഓടി ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇച്ചിരി കറുത്തിട്ടുണ്ട്. അങ്ങനെയാട്ടെ, അല്പം കറുത്തോട്ട് കുഴപ്പമില്ല. അല്ല, സുരേന്ദ്രൻജി എവിടെ പോയി? അദ്ദേഹല്ലേ റിയൽ നായകൻ. പാവം, പാട്ടിന്റെ ക്ഷീണമൊക്കെ മാറിയാവും. ഈ യാത്രയിലെ സ്വീകരിക്കാൻ കേരളത്തിലുടനീളം എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ആബാലവൃദ്ധം ജനങ്ങളാണ് ആവേശപൂർവം കാത്തിരുന്നത്, പങ്കെടുത്തത്. അത് ശരിയാ. സുരേന്ദ്രൻജി നയിക്കുന്ന യാത്ര എന്ന് പറയുമ്പോ തന്നെ നമുക്ക് അതിന്റെ സ്റ്റാൻഡേർഡ് മനസ്സിലാവല്ലോ. എന്തായിരുന്നു ജനക്കൂട്ടം! നിലത്ത് മണ്ണ് വാരിയിട്ടാൽ വീഴായിരുന്നില്ലല്ലോ, അത്രയ്ക്ക് ജനസാഗരായിരുന്നില്ലേ. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും ഏറ്റവും വലിയ നമ്മുടെ ശക്തി അതെന്താണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഏറ്റവും വലിയ ശക്തി ശ്രീ നരേന്ദ്ര മോദിജിയുടെ ഗ്യാരണ്ടിയാണ്. മോദിജിക്ക് ഗ്യാരണ്ടി. എവിടെ ആ ശക്തി? എവിടെ? സുരേന്ദ്രൻജിയുടെ കേരള യാത്രയിൽ ആ ജനസാഗരം കാണിക്കുക. അപ്പോഴല്ലേ അണികൾക്ക് ഒരു ആവേശം ഉണ്ടാവുക. എനിക്ക് നിങ്ങളോടുള്ള ഒരേ ഒരു അഭ്യർത്ഥന, ശ്രീ നരേന്ദ്ര മോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് കേരളത്തിൽ നിന്നും നിങ്ങൾ മോദിജിക്ക് മിനിമം നിരവധി MP കൊടുക്കണം. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. ഇത്രയും മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്.
നന്ദി. ജയ് ഹിന്ദ്, ഭാരത് മാതാ കീ. മിനിമം നിരവധി എം പിമാരോ? അതെന്തിട്ട് കണക്കാ? സോറി, ഞങ്ങളുടെ അനിൽ മോൻ കണക്കിൽ ഇത്തിരി വീക്കാ, അതുകൊണ്ടാ. പുള്ളി വീക്കാണെങ്കിൽ എന്താ, കണക്ക് കൂട്ടലുകൾ ഒട്ടും പിഴയ്ക്കാത്ത സുരേന്ദ്രൻജി നയിക്കാനുള്ളപ്പോ നിങ്ങളൊക്കെ എന്തിനാന്ന് പേടിക്കണത്? എല്ലാവർക്കും ഇപ്പം എന്തിട്ടാ വേണ്ടത്? 5 സീറ്റെങ്കിലും BJP കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. അതിനൊരു കാര്യം ചെയ്താൽ പോരെ? സുരേന്ദ്രൻജി 5 ഇടത്ത് മത്സരിക്കട്ടെ. ഹൈ, മൂപ്പർക്ക് അതൊക്കെ എക്സ്പീരിയൻസ് ഉള്ള കാര്യമില്ലെന്ന്. അപ്പൊ എങ്ങനെയാ സുരേന്ദ്രൻജി, ഇറങ്ങല്ലേ? പാർട്ടി പറയുന്നതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചിട്ടേ ഉള്ളൂ ഇന്ന് വരെ. കഴിഞ്ഞ തവണ 2 സ്ഥലത്ത് മത്സരിക്കാൻ പറഞ്ഞു, 2 സ്ഥലത്തും മത്സരിച്ചു. നിങ്ങളെല്ലാം ആക്ഷേപിച്ചപ്പോഴും ഞാൻ പാർട്ടിയുടെ ശാസന ശിരസ വഹിച്ചതാണ്. മത്സരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം പറഞ്ഞാലും മത്സരിക്കണം എന്നുള്ള തീരുമാനം പറഞ്ഞാലും എല്ലാം അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനും അത് നിരാകരിക്കാനാവില്ല. പാർട്ടിയാണ് എല്ലാം. ജീവശ്വാസം തന്നെ ഓരോ പാർട്ടി പ്രവർത്തകനും പാർട്ടിയാണ്. പാവം, കഴിഞ്ഞ തവണ 2 ഇടത്ത് നിന്ന് തോറ്റന്റെ വിഷമം ഇപ്പോഴും ഉള്ളിൽ അങ്ങനെ നീറ്റിലായി കിടക്കാണ്. ഇത്തവണ ഇനി എന്താവും എന്തോ. സാറില്ല, സുരേന്ദ്രൻജിയുടെ കേരള യാത്ര ഉണ്ടായല്ലോ, അത് വെച്ച് നമ്മളൊരു കലക്കെടുക്കും. സുരേന്ദ്രൻജിനി എന്ത് പറഞ്ഞു പിടിച്ചേക്കും. മാത്രല്ല കോൺഗ്രസ്സുകാർ അപ്പുറത്ത് നടത്തിയത് സമരാഗ്നിയാണ്, സമരാഗ്നി. ഞാൻ വ്യക്തിപരമായി പറയുന്നു, അത് പ്രതിപക്ഷ നേതാവും അതിനോട് യോജിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അനുഭവത്തിൽ ഇതൊരു വേറിട്ട അധ്യായമായിട്ടാണ് നിൽക്കുന്നത്. കേവലം ഒരു ജാഥയല്ല നമ്മുടെ ജാഥ. അതെ അതെ, ജാഥ കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവിന് വരെ തെറി വിളിക്കുന്ന ജാഥയല്ലേ, അത് പിന്നെ സ്പെഷ്യൽ ജാഥ ആയിരിക്കുമല്ലോ. ആ ജാഥ തുടങ്ങി ഇന്നലെ വരെയും ഈ നാട്ടിലുള്ള ജനങ്ങളുടെ മനസ്സിനെ ഓരോ ദിവസവും തൊട്ടറിഞ്ഞു പോകാൻ സാധിക്കുന്ന ഒരു ജാഥ എന്ന നിലക്കുള്ള പ്രത്യേകത നമ്മുടെ ഈ സമരാഗ്നിക്കുണ്ട്. ഓ സമരാഗ്നി, വലിയ കനൽക്കട്ടകൾ ഉണ്ടാകാൻ പോകുന്നു എന്നായിരുന്നു പ്രവചിച്ചിരുന്നത്, പ്രഖ്യാപിച്ചിരുന്നത്. അങ്ങനെയാണ് 2 വിദ്വാൻമാര് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ആരംഭിച്ചത്. അഗ്നിയെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്, കനൽക്കട്ടകളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന്. പക്ഷെ ഇത്രയും ദിവസത്തെ UDFന്റെ കോൺഗ്രസിന്റെ യാത്രയ്ക്ക് ശേഷം നമുക്ക് പറയാൻ സാധിക്കും, കനൽക്കട്ടകളല്ല, കോൺഗ്രസിന്റെ യാത്ര കരിക്കട്ടകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതെന്താണ് കൃഷ്ണദാസേട്ടാ അങ്ങനെ ഒരു ടോക്ക്? എത്ര സ്നേഹത്തോടെയാണ് അവർ ജാഥ നടത്തിയെന്ന് നമ്മളെല്ലാരും കണ്ണുകൊണ്ട് കണ്ടതല്ലേ, അല്ല കാതുകൊണ്ട് കേട്ടതല്ലേ? ഒന്ന് വിളിച്ചോക്കപ്പോ എവിടെയുള്ളൂ പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. സഹോദര സ്നേഹമാണെങ്കിൽ ആരും തെറ്റിദ്ധരിക്കല്ലേ. ഞങ്ങൾ ജ്യേഷ്ഠാനുജ ബന്ധമുള്ളത്, ജ്യേഷ്ഠ സഹോദര പോലെ ഒരാളാണ്. പക്ഷെ ഇതുപോലത്തെ സഹോദര ബന്ധം കോൺഗ്രസിന്റെ നേതൃത്വത്തിലല്ലാതെ നമുക്ക് മറ്റെവിടെയും കാണാൻ സാധ്യമല്ല. കാരണം സഹോദരന്മാർ ഉപയോഗിക്കുന്ന ഭാഷകള്, അഭിസംബോധന ചെയ്യുന്ന പദപ്രയോഗങ്ങൾ ഒരു മലയാളിക്കും അംഗീകരിക്കാൻ പറയാൻ പോലും സാധ്യമല്ല. ഞാൻ ചോദിക്കട്ടെ, ഇതെന്ത് സഹോദര ബന്ധം? കനലൊരു തരിയുള്ള LDFും സീറ്റിന് വേണ്ടി പിടിവലി കൂടുന്ന UDFും കേരളത്തിൽ 0-ൽ നിൽക്കുന്ന BJPയും ഒരേ സ്വരത്തിൽ പറയുന്നു 20-ൽ 20 ഞങ്ങൾക്കുള്ളതാണ്. ആരുടെ സ്വപ്നമാണ് പൂവണിയാൻ പോണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.